ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ റവ വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫ്രൈ പാനാണ്. ആ ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റവ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റവയുടെയൊക്കെ കളർ ഒന്ന് മാറി വരും, അതുവരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ്. അപ്പോൾ ഒരു അരമുറി നാളികേരം ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ ശർക്കര അതൊരു 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണ്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ശർക്കരയും പഴമൊക്കെ നന്നായിട്ട് റവയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ പഴമൊക്കെ ഒന്നാണ് മിക്സാക്കി എടുക്കുന്ന സമയത്തൊന്ന് ലൂസായി വെള്ളമൊക്കെ ആയിട്ട് വരും. ഇനി ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതൊന്ന് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒന്ന് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഞാൻ തട്ട് വെച്ച് കൊടുത്ത് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.